അങ്ങനെ ഞങ്ങളും പോയി വൈറൽ മുന്തിരിത്തോട്ടം കാണാൻ, അതും പ്രിയദർശിനി. 9 മണിക്ക് താമരശ്ശേരിയിൽ നിന്നും സുൽത്താൻ ബത്തേരിക്കുള്ള പ്രിയദർശിനിയിൽ 11:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് 12 മണിക്ക് ഗുണ്ടൽപേട്ട പ്രിയദർശിനിയിൽ കയറി ടോൾ പാസയ്ക്ക് അടുത്ത് മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങി. ഞങ്ങൾ അവിടെ ഇറങ്ങുമ്പോഴേക്കും ചെറിയൊരു മഴ പെയ്തു. റോഡിന്റെ ഇരുവശങ്ങളിലും മനോഹരമായ കാഴ്ചകളെ. അങ്ങനെ ഞങ്ങൾ മുന്തിരി പാടത്തെത്തി. അവിടെ എൻട്രി ഫീ ഒരാൾക്ക് 25 രൂപയാണ്. നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഓരോ മുന്തിരി പറിക്കുന്നത് കണ്ട് ഞങ്ങളും ഓരോന്ന് പറിച്ച് കഴിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു മുന്തിരിത്തോട്ടം കാണാൻ വരുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരി കുലകൾ. ആഹാ, ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിന്റെ അടുത്തുനിന്ന് 6 കിലോമീറ്റർ പോയാൽ ഒരു താമരക്കുളമുണ്ട്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ബുധനാഴ്ചയായിരുന്നു പോയത്. എന്നിട്ടും നല്ല തിരക്കായിരുന്നു. ബസ്സിലും നല്ല തിരക്കായിരുന്നു, മുന്തിരിത്തോട്ടത്തിലും നല്ല തിരക്കായിരുന്നു. മുന്തിരിത്തോട്ടത്തിന്റെ പിറകുവശത്തമായി ചെണ്ടുമല്ലിയുടെ ഒരു വിസ്മയ ലോകം തന്നെ നമ്മളെ കാത്തിരിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോകളൊക്കെ എടുത്തു. 100 കണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഗുണ്ടൽപേട്ടയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. അവിടുന്ന് സൂര്യകാന്തി തോട്ടത്തിലേക്ക് 5 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ലോറിയിൽ കയറിപ്പോയി. അവിടെ ഒരാൾക്ക് എൻട്രി ഫീ 20 രൂപയാണ്. ഇവിടെയും നല്ല തിരക്കായിരുന്നു. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സൂര്യകാന്തി പൂക്കൾക്കിടയിലൂടെ നടന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിൽ ഗുണ്ടൽപേട്ടയിലേക്ക്. അവിടുന്ന് 6 മണിക്ക് പ്രിയദർശിനിയിൽ നേരെ കൽപ്പറ്റയിലേക്ക്, കൽപ്പറ്റയിൽ നിന്ന് താമരശ്ശേരിയിലേക്ക്.